കാണാക്കിനാവിൻ കണിയാകുമോ നീ കാണും നിലാവിൽ മായാതെ മാഞ്ഞോ. ഹലോ അസ്സലാമു അലൈക്കും. ഇതട്ടോ തിരിച്ച് ഗൾഫിലേക്ക് അപ്പൊ എല്ലാവരും തിരിച്ചു പോണ്. അപ്പൊ ഇപ്പൊ കൊണ്ടാക്കാൻ വേണ്ടി ഞാന് അവരായിട്ട് എയർപോർട്ടിൽ പോകാനുള്ള പരിപാടിയിലാണ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒക്കെ എല്ലാം റെഡി ആക്കണം. ഇപ്പോൾ ഒരു മാസത്തിന് മുമ്പ് വന്നതായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ് പാസ്പോർട്ട് എടുക്കാനും പിന്നെ പാസ്പോർട്ട് കയ്യിലെക്കാനും എയർപ്ലെയിനിൽ വരുന്നുണ്ടെന്നൊക്കെ എൻ്റെ ചെറിയ പേരക്കുട്ടി അവന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഉമ്മാൻ്റെ പാസ്പോർട്ട് എടുക്കണില്ലേ, ഉപ്പാൻ്റെ പാസ്പോർട്ട് എടുക്കണില്ലേ എന്നൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്കും പോകണം ഇൻഷാ അല്ലാ അടുത്ത്. അവരിപ്പോൾ ഞാനുണ്ട് എന്നുള്ളതാണ് അവരുടെ ധാരണ. അപ്പോൾ അതുകൊണ്ട് അവരെ കൊണ്ടുവിട്ടിട്ട് വരാം. ഓക്കെ. എപ്പോഴാണ് ഫ്ലൈറ്റ്? 12 എത്രക്കാ? 12:40 വരും. പണിയുടെ അടുത്തോ 12 എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. അവർ വന്നത് അതിൽ തന്നെയാണ്. ഇപ്പോൾ CCJ ടു ഷാർജ, കാലിക്കറ്റ് ടു ഷാർജയ്ക്കാണ് ഇപ്പോൾ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അതിനാണ് ഇപ്പോൾ പോകാൻ നിൽക്കുന്നത്. അപ്പം ഇൻഷാ അല്ലാ അത് പോയി ഉഷാറായിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ ഇന്നിറങ്ങാം. അതെ അതെ, സ്കൂള് ഇപ്പോൾ മറ്റന്നാൾക്ക് ക്ലാസ് കയറണം. പിന്നെ ഇവർക്ക് ജോലിക്കും എല്ലാം കൂടി ആകുമ്പോഴേ ഇൻഷാ അല്ലാ തിരിച്ചുകൂടെ നൽകും. അപ്പോൾ ഗൈസ് എല്ലാവരും പോവാണ് കേട്ടോ. ഞാനും അവിടുന്ന് അങ്ങോട്ട് പോവും മഞ്ചേരിക്ക്, കൊണ്ടോട്ടി മഞ്ചേരിക്ക് പോവാ. കൈസുമ പോവാ. ആത്മാവിലെ ആനന്ദമേ ആരാരുമറിയാതെ. വലൈക്കും അസ്സലാം. തമ്പുരാനെ അടിയന നിന്റെ അമ്മായി കരിപ്പൂര് വരെ വരുന്നുണ്ട് കേട്ടോ. ഇനി അമ്മായി വരുന്നുണ്ട് ഗൾഫിക്ക്. അപ്പോൾ പോവാ കൈസും ഷെസിൽ പോവാ. ഉമ്മാനോട് പറഞ്ഞോ പോവാന്നേ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലേക്ക് ലഗേജൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോവാണ് കേട്ടോ. ഓക്കെ. അമ്മായി കടിച്ചാ അപ്പോൾ ഗൈസ് ഞങ്ങൾ എയർപോർട്ട് എത്തി തുടങ്ങിയിട്ടോ. അപ്പോൾ കൈസുമോനൊക്കെ നല്ല ഉറക്കമാണ്. ഷെസിൽ മോൻ ഉറങ്ങിയിട്ടുണ്ട്. കുഞ്ഞോന്തനാണ് ഡ്രൈവ് ചെയ്യണത്. ഉപ്പ ഷെസിൽ മോനെ മടിയിൽ വെച്ചും ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. സഫമോളും ഇതാ പാതി മയക്കത്തിലാണ് കേട്ടോ. കണ്ടില്ല എയർപോർട്ടിൻ്റെ വെളിച്ചം ഒക്കെ കാണുന്നത്. തെളിവുകൾ കുറച്ച് ഉച്ചക്ക് ഉറങ്ങിയതുകൊണ്ടേ അങ്ങനെ എന്താ നമ്മുടെ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. രാത്രി 12:30ക്കാണ് ഫ്ലൈറ്റ്. ഇപ്പം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് കാണുന്നുണ്ടല്ലേ. അപ്പോൾ നട്ടപ്പാതിരാക്കാണ് ഇവരുടെ ഫ്ലൈറ്റ് യാത്ര. ഏകദേശം അവിടെ എത്തുമ്പോഴേക്കും 3 മണി അതിനെ 3:15 ആകും. നമ്മൾ നാട്ടിൽ 3:15. അവിടുത്തെ 3:15 ചേച്ചി? ഇവിടുത്തെ 3:15 അവിടെ എത്തിട്ടോ. അപ്പോൾ ഇതാ ഇപ്പോഴും എയർപോർട്ടിൽ ഒരുപാട് ആളുകൾ യാത്ര അയക്കാനും ആഗമനത്തിനൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതാ കണ്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടെ നിർത്തി ലഗേജൊക്കെ ഇറക്കട്ടെ. ഓക്കെ. അങ്ങനെ ഞങ്ങളിവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്.
ട്രോൾ എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞോൻ പോയിക്കണം കേട്ടോ അങ്ങോട്ട്. വണ്ടിയിൽ ഉറക്കത്തിൽ വെച്ചിട്ട് എല്ലാവരുടെയും ഒരു ഭാവം എങ്ങനെയാണ്. ഷസിൽ മോന് വണ്ടിയിൽ തന്നെ കേട്ടോ. ഷസിൽ മോന് വണ്ടിയിൽ നിന്ന് ഉറങ്ങിയിട്ട് ഓനെടുത്തിട്ടില്ല. ഇതോ നല്ല ഉറക്കിലാണ് കേട്ടോ ഷസിൽ. പാവം. അപ്പോൾ എല്ലാവരും ഒരുപാട് ആളുകൾ എന്താ പറയുക, ആളുകളെ കൊണ്ടാക്കാനും ഒക്കെ പോകുന്ന ഒരു അതിവേദനജനകമായൊരു നിമിഷങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കുഞ്ഞോനും ഉപ്പയും കൂടി ഇതാ ട്രോളി എടുത്തു വരുന്നു. അപ്പോൾ ലഗേജൊക്കെ ഇറക്കിയതിന് ശേഷം അനി കുറച്ചൊക്കെ ലഗേജുകളൊക്കെ ഇറക്കി തുടങ്ങുന്നു. ആ വഴിയിൽ നിന്ന് മാറ്റി കൊടുക്കും. സഫമോളി ഫോൺ അടിച്ചാൽ കൊടുക്കി. അപ്പോൾ ഗൾഫിലൊക്കെ പോകുന്ന ഒരുപാട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഡ്യൂട്ടിക്ക് 1 മാസത്തെ കാലാവധിയിൽ വന്നതാണ്. ഡ്യൂട്ടികളുടെ സമയമായി. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പോകുന്നത്. കുട്ടികൾ സ്കൂളും തുറന്നു. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ കുഞ്ഞോനും ഉപ്പ ഇതാ പെട്ടിയൊക്കെ കൊണ്ടുവരികയാണ്. എന്തൊക്കെ തന്നെയാലും ഗൾഫിലേക്ക് പോകാമെന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു വിഷമം തന്നെയാണല്ലോ. കുഴപ്പമൊന്നുമില്ലാതെ അവിടെ എത്തിക്കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനത്തുള്ളത് ഇപ്പോൾ സാധനങ്ങളൊക്കെ ഏകദേശമൊക്കെ എടുത്ത് കൊണ്ടിരിക്കണം. സഫമോളൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടോ. കൈസുമോനും എണീറ്റിക്കണ്. അപ്പോൾ ഉച്ചക്ക് പിന്നെ കുറച്ച് ഉറങ്ങിയതുകൊണ്ട് അത്ര ഉറക്കം ഇല്ല. ലഗേജ് 4 ആൾക്കുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ലഗേജുകൾ തന്നെയാണല്ലോ കൊണ്ടുപോകാനുള്ളത്. സഫമോള് മാറ്. അപ്പോൾ വണ്ടി ട്രോളി എടുത്തുകൊണ്ട് മോനെ കൊണ്ടാക്കാൻ കേട്ടോ. അപ്പം അപ്പാൻ്റെ ഒപ്പം നടന്നോ. ആ ഫോണ് പിടിച്ചോ. ഫോണ് വണ്ടി റെഡിയാക്കണം. ഇപ്പോൾ ഷസിലിനെ താങ്ങാൻ കഴിയണം ചേട്ടാ എനിക്ക്. നല്ല ഉറക്കത്തിലാണ് കുട്ടി. അല്ലേ നല്ല ഉറക്കത്തിലാണ്. അറിയണേ ഇല്ല. അപ്പോൾ ഇപ്പോൾ ഓല ആക്കി തരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒറ്റ ആക്കി കൊടുക്കുന്നുണ്ട്. അതാ ഐസുമോൻ പോവാ. കുഞ്ഞാൻ വരുന്നേ ഉള്ളൂ കേട്ടോ. അവൻ ഉറങ്ങിയിട്ടേ. അപ്പോൾ ഇവിടെ ക്ലീനിങ് സിസ്റ്റം ഉണ്ട് കേട്ടോ. നല്ല സുഖം തുടച്ച് വൃത്തിയാക്കി കൊണ്ട് നമുക്ക് കണ്ടില്ലേ. കുഞ്ഞാൻ വരുന്നേ ഉള്ളൂ കേട്ടോ. അവനെ ഒരേ സമയം സന്തോഷവും ദുഃഖവും നൽകുന്നൊരു സ്ഥലമാണ് എയർപോർട്ട് എന്നാൽ. ആത്മാവിലെ ആനന്ദമേ ആരാരുമറിയാതെ കാക്കുന്നു ഞാൻ. ആളുന്നൊരേ തീനാളമായി അലയുന്നൊരു പ്രണയാദ്രമേ
ഒരു മാസം നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ പോലെ ഒരു മാസം മുമ്പ് കൊണ്ടുവരാൻ വന്നു. ഇപ്പോൾ കുറച്ച് സങ്കടത്തോടു കൂടി കൊണ്ടാക്കുകയാണ്. ഒരാകാശ ചെരുവിൽ ഞാൻ അലയുന്നൊരലയായിടാം കാണാക്കിനാവിൻ എല്ലാ ആളുകളുണ്ട് കേട്ടോ. തമ്പുരാനെ അടിയഞ്ഞ നിന്റെ തേടുന്നല്ല അലിഫന മാണിക്യം ലാമയമേമിൽ ആഗമീയമായി അഹമ്മദായി ആലമെല്ലാം വലിയ നിന്റെ അഹമ്മദ് നിലാമീമിൽ വന്നേ വലിയ നിന്റെ അഹമ്മദ് നിലാമീമിൽ വന്നേ ബനുഹാഷിമായ നബിയുള്ള ഗേറ്റം ബാധിത്തെ പള്ളൽ മുഹിയുദ്ദീൻ തൻ്റെ ബർക്കത്തലൻ പിഴ നീ പൊറുക്കല്ല വാദിത്തെ പള്ളൽ മുഹിയുദ്ദീൻ തൻ്റെ ബർക്കത്തലൻ പിഴ നീ പൊറുക്കല്ല അലിഫന മാണിക്യം ലാമയമേനിൽ അഗമീയമായി അഹമ്മദായി ആലമെല്ലാം ആത്മാവിലെ ആനന്ദമേ ആരാരുമറിയാതെ കാക്കുന്നു ഞാൻ ആളുന്നൊരേ തീനാളമായി അലയുന്നൊരവിവേനൽ പ്രണയാർദ്രമേ നീ എൻ നെഞ്ചിൻ പൊൻവാതിൽ മിന്നുന്നൊരഴകാർന്നു ദലിവിൻ്റെ ഉയരാകുമോ നീ കനിവായി തെളിയുന്നൊരാകാശ ചെരുവിൽ ഞാൻ അലയുന്നൊരലയായിടാം കാണാക്കിനാവിൻ കളിയാകുമോ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഓല യാത്രയാക്കിട്ടോ ഇൻഷാ അല്ലാഹ്. ഉപ്പാക്ക് ഭയങ്കര സങ്കടം കേട്ടോ. കാരണം പേരക്കുട്ടികളെ ഇപ്പോൾ നിന്ന് പൂതിയിട്ടിട്ടില്ല. അപ്പോത്തിനാണ് അവർ അവിടെ നിർത്തിയിട്ട് പോണത്. സത്യം പറഞ്ഞാൽ ഗൾഫിലേക്ക് പോകുന്നാൽ ഇത് വല്ലാത്തൊരു ടെൻഷനുള്ള സംഭവം തന്നെ അല്ലേ. മക്കൾ ഒരു പക്ഷേ ഉണരുമ്പോൾ അവൻ ചോദിക്കും ഉപ്പ എവിടെ ഉമ്മ എവിടെ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അതൊക്കെയാണ് വല്ലാത്ത സങ്കടം. ഇപ്പോൾ പോകണ്ടില്ല, സങ്കടത്തോടു കൂടിയുള്ള നടത്താണത്. കണ്ണുകൾ നിറഞ്ഞിരിക്കണം പണ്ട്. സത്യം പറഞ്ഞാൽ ഉപ്പാക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ ഒരുമിച്ച് ജീവിക്കുക പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. അതിങ്ങനെ വേർപിരിയുമ്പോഴേ അത് വല്ലാത്തൊരു ടെൻഷൻ തന്നെയാണ്. എയർപോർട്ടിൽ എത്തുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു ഫീലിങ്സ് നമുക്ക് അറിയാൻ കഴിയുക. കാരണം ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വണ്ടിയിൽ കയറുകയാണ് കേട്ടോ. ഏതായാലും കൊണ്ടുവരാൻ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പോവാന്ന് പറഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു ദുഃഖം. അപ്പോൾ ഞങ്ങൾ വേഗം വണ്ടിയിൽ കയറി പോവാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ മോന് പാടിയ പാട്ട് തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അലിഫന മാണിക്യം ലാമയമേനിൽ അഗമീയമായി അഹമ്മദായി ആലമെല്ലാം ആക്കിയ തമ്പുരാൻ എൻ തമ്പുരാനെ അടിയഞ്ഞ നിന്റെ തേടുന്നല്ല ആക്കിയ തമ്പുരാൻ എൻ തമ്പുരാനെ അടിയഞ്ഞ നിന്റെ തേടുന്നല്ല അലിഫന